ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP 71 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. ആദ്യ പട്ടികയിലെ 9 പേർ വനിതാ സ്ഥാനാർത്ഥികളാണ്. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ച BJP മുന്നേറ്റം നടത്തിയിരിക്കുന്നതാണ്. 71 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വനിതാ സ്ഥാനാർത്ഥികളുമുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ NDA സഖ്യത്തിൽ ഈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് BJP 71 സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ 71 അംഗ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ 9 വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ബീഹാറിലെ 2 ഉപമുഖ്യമന്ത്രിമാർക്കും ഇപ്പോൾ ഈ ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ BJPയുടെ രാജ്യസഭാംഗമായിരുന്ന രാംകൃപാൽ യാദവ് ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ട പട്ടികയിലുണ്ട്. 17-ാം തീയതിയാണ് ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകേണ്ട അവസാന തീയതി. അപ്പോൾ 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും ഏതാണ്ട് 40ഓളം സ്ഥാനാർത്ഥികളെ കൂടി അതിനു മുൻപ് BJPക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി ദില്ലിയിൽ യോഗം ചേർന്നത്. ആ യോഗത്തിന്റെ തീരുമാന ഭാഗമായിട്ടാണ് ഇപ്പോൾ 71 സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2ാം ഘട്ട പത്രിക നാളെ പ്രഖ്യാപിക്കും എന്നാണ് സൂചന. ഏതായാലും JDU ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും വലിയ തർക്കം JDU ഉയർത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ LJP ചിരാഗ് പസ്വാന്റെ LJPക്ക് 29 സീറ്റ് നൽകിയതിലും വലിയ പ്രതിഷേധം JDU ഉയർത്തുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്നലെ JDU പ്രഖ്യാപിക്കാനിരുന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക മാറ്റിവെക്കുകയായിരുന്നു. ഇന്നും ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ JDU പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല. ഏതായാലും ഇക്കാര്യത്തിലുള്ള തർക്കം പരിഹരിക്കാനുള്ള വലിയ നീക്കം BJP നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ BJP ഇപ്പോൾ 71 അംഗ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.